എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇനി അധികം പഠിക്കാനുള്ള സമയമില്ല. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യം മുതൽ ഒന്ന് മുതൽ പഠിച്ചു തുടങ്ങാനുള്ള സമയമല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും നമ്മൾക്ക് ഉണ്ടായിരുന്ന ബേസ് ലെവലിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ്. ഈ സമയത്തിൽ നമ്മൾ മാക്സിമം നോക്കേണ്ടത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത്, മാറിയ ക്വസ്റ്റ്യന്റെ പാറ്റേൺസ് എന്താണ്, അതുപോലെ തന്നെ വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എത്ര സ്മാർട്ട് ആയിട്ടുള്ള ഒരു വഴിയിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റാന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വെബിനാറിലൂടെ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വെബിനാറിലൂടെ ഈ പറയുന്ന മലയാളത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റും കൂടെയാണ് റിലീസ് ചെയ്യുന്നത്. ബ്ലൂ പ്രിന്റ് റിലീസ് ചെയ്യാന്ന് പറയുന്നത് ഏകദേശം പഠിച്ചൊരു ബേസ് ലെവലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ പഠിച്ചൊരു കോൺഫിഡൻസ് വന്നിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ സാധനം എങ്ങനെ തുടങ്ങണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു മലയാളത്തിന്റെ സിലബസിനെ പറ്റിയിട്ട് വ്യക്തമായ ധാരണ കിട്ടാനും ഏതൊക്കെ ഭാഗങ്ങൾ പഠിച്ചാൽ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്രയും ദിവസം നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആവർത്തിക്കുന്ന ഓരോ യൂണിറ്റിലെയും ചോദ്യങ്ങളുടെ ഏരിയ എന്തെല്ലാമാണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വെബിനാറിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലൂടെ ചോദിക്കാം, ഞാൻ അതിന് റിപ്ലൈ തന്നു പോവാം. ഓക്കെ, നിങ്ങളുടെയൊക്കെ പഠനം ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു. ഏത് ലെവലിലാണ് നിങ്ങളുടെ ഒരു പഠനം നിൽക്കുന്നത്? എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണോ, അതോ ഇനി ഒരു റിവിഷൻ മാത്രം മതി എന്നുള്ള ആൾക്കാരാണോ? എന്താണ് ഒരു അവസ്ഥ? എന്താണ് നമ്മൾ ആദ്യം വേണ്ടത്? സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. സെൽഫ് റിയലൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് നെറ്റ് കിട്ടാതിരിക്കുക, എത്ര പഠിച്ചാലും ഒന്നോ രണ്ടോ മാർക്കിന്, അതായത് ഒന്നോ രണ്ടോ ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യുന്നു, നെറ്റ് നഷ്ടപ്പെട്ടു പോവുക, JRF നഷ്ടപ്പെട്ടു പോവുക എന്നൊക്കെ ഉള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ഇല്ലാത്തതാണ്. നമ്മളുടെ ലെവൽ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? ഒരു ബേസ് ലെവലാണോ, ഒരു മീഡിയം ലെവലിലാണോ, ഒരു ടോപ്പ് ലെവലിലാണോ നിൽക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്താ ഈ പഠിച്ച ഏകദേശം ആയോ, കോൺഫിഡന്റ് ആണോ, എന്താണ് നിങ്ങളുടെ ഒരു അവസ്ഥ? എന്താണ് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നന്നായിരുന്നു. കാരണം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിലുള്ള ആൾക്കാർക്ക് ബെറ്റർ ആവാൻ, കുറച്ചുകൂടെ ഒന്ന് അടിപൊളിയാവാൻ, എന്തെങ്കിലും ഒന്ന് നമുക്ക് എന്തെങ്കിലും തിരുത്തി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എന്താണ്, പഠിച്ച് കഴിയാനായോ, എന്താണ് അവസ്ഥ? എല്ലാവരും ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തില്ലേ? ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പേരോ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഇനിഷ്യലോ ഫോട്ടോയോ ഒന്നും മാറി കൊടുത്തിട്ടില്ല എന്നുള്ളത് ആദ്യം ഉറപ്പാക്കുക. എപ്പോഴും ഈ പറയുന്ന കറക്ഷൻ വിൻഡോയിൽ എല്ലാം നമുക്ക് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയായിട്ടും കൃത്യതയോടും കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വല്ല വുമൺ സ്റ്റഡീസോ അല്ലെങ്കിൽ വല്ല ജെൻഡർ സ്റ്റഡീസിലോ കൊണ്ടുപോയിട്ട് ഓപ്ഷൻ കൊടുത്തത് കൊണ്ട് കാര്യമായില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു കാര്യങ്ങൾ പറയുന്നതിന്. ഒരു ബേസ് ലെവലിലുള്ള ഒരാളാണെങ്കിലും ടോപ്പ് ലെവലിലുള്ള ആളാണെങ്കിലും ആദ്യം മനസ്സിലാക്കേണ്ടത് കുറെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലായതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നെറ്റ് അല്ലെങ്കിൽ JRF നേടാം എന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്തവണ ഞാൻ കുറച്ച് പഠിച്ചിട്ടേ ഉള്ളൂ, ഇത്തവണ ഞാൻ നോക്കാം, എഴുതി നോക്കാം, പിന്നെ ഞാൻ നന്നായി പഠിച്ചിട്ട് ചെയ്യാം, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട്, നിങ്ങൾ പഠിച്ച് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് മാക്സിമം 99% അതിൽ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി തന്നെ എഴുതാനും ആത്മാർത്ഥമായി തന്നെ അതിനെ എഫർട്ട് ഇടാനുമാണ് ആദ്യം ശ്രമിക്കേണ്ടത്. വിജയത്തിലേക്ക് എത്താൻ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ എഫർട്ട് ഇടുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പലപ്പോഴും ഈ പറയുന്ന തമ്മിലുകളിലൊക്കെ കാണുന്നു, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടേ ഇല്ല, സ്മാർട്ട് വർക്കിലൂടെയാണ് ആക്കിയിട്ടുള്ളത്. ഒരു 95% അതൊരു കള്ളമാണ്. കാരണം ഒരു ബേസ് ഉണ്ടാക്കി എടുക്കാനെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് എഫർട്ട് ഇടാതെ ആർക്കും ഒന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എഫർട്ട് ഇട്ട് വെക്കുക, എഫർട്ട് ഇട്ട് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ ബേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്മാർട്ട് വർക്ക് ചെയ്യുക. നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതായത് PGയിലെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ UG PGയിൽ എടുത്തിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റുകളെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവണം. ഇതിനെയാണ് ഞാൻ ബേസ് എന്ന് പറയുന്നത്.
ആ ധാരണ, മിനിമം ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ പറയുന്ന എക്സസൈസുകൾ ചെയ്യേണ്ടത്. PYQ ആവട്ടെ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആവട്ടെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആവട്ടെ, അതെല്ലാം ഫോളോ ചെയ്യുന്നതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. മറ്റുള്ളവര് ഹാർഡ് വർക്ക് ചെയ്തില്ല എന്നുള്ളതല്ല, ഹാർഡ് വർക്ക് ചെയ്തതിന് മേലെയാണ് ഈ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്ന സാധനം ഇടുന്നത്. അങ്ങനെ പലതരം സ്മാർട്ട് വർക്കുകളിൽ ഒന്നാണ് ഇപ്പൊ ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്ന ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സാധനം. എന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന ഒരു സാധനം കുറെ പഠിച്ച് കുറെ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവര് പഠിച്ചുകൊണ്ടേയിരിക്കും. ഓരോ ടേമിലും അവർ ഒന്നേന്ന് പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കുന്നത് കൊണ്ട് തെറ്റല്ല, നമ്മൾ അത്രമാത്രം ടൈം അതിനകത്ത് കൊടുക്കാനുണ്ടോ, ഏതെല്ലാം ഭാഗങ്ങൾ പെരിഫറൽ ആയിട്ട് പറഞ്ഞു പോകേണ്ടത്, ഉപരിപ്ലവമായിട്ട് പറഞ്ഞു പോകേണ്ട ഭാഗങ്ങളിൽ ഒന്നേന്ന് മുതലിരുന്ന് പഠിച്ച് സമയം കളയുന്ന ആൾക്കാരുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഈ ഒരു നെറ്റ് പരീക്ഷ വന്നു, നമുക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾക്കായിരിക്കും നെറ്റോ ചെയ്യാറൊക്കെ പോവുക. അടുത്ത തവണ നെറ്റിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത് രാമചരിതം മുതലുള്ള സാധനമായി. ഒന്നാമത്തെ യൂണിറ്റിൽ പാട്ട് പ്രസ്ഥാനം എന്ത്, ദ്രമിഡ സംഘാത അക്ഷര നിബന്ധം, യതുക മോന വൃത്തവിശേഷ യുക്തം പാട്ട് എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഈ സാധനം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പഠിച്ചത് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് തന്നെ പഠിച്ച് സമയം കളയാനായിട്ട് നോക്കരുത്. ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പാഠപ്രസ്ഥാനത്തിന്റെ ഒരു 4 സവിശേഷതകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോകേണ്ടത് അതുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് മാത്രമാണ്. അതാണ് ഈ പറയുന്ന ഒരു സ്മാർട്ട് വർക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. മലയാളം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ കണ്ടെത്താം? വളരെ നല്ല ഒരു ചോദ്യമാണ്. അതിന്റെ ഒരു സോഴ്സും ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നിങ്ങൾ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഒരു ഭാഗത്ത് ഒരു സ്ക്രീനിന്റെ അവിടെ ഇരുന്ന് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംശയം തീരണമെന്നില്ല. മെയിൻ ആയിട്ട് മലയാളം നെറ്റ് പരീക്ഷയിൽ 2 വർഷമായിട്ട് സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ സോഴ്സിൽ വരുന്ന വ്യത്യാസമാണ്. അതിലൊന്നാണ് മലയാളം കമ്പ്യൂട്ടിംഗ്, മലയാളം ഫോണ്ടുകള്, വിക്കിപീഡിയ ആവിഷ്കരിച്ച വർഷം, അതുപോലെ തന്നെ ഈ പറയുന്ന മലയാളം കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട റെഫറൻസ് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യും, ചേരുംപടി ചേർക്കാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, പുതിയ സിലബസ് ഇന്റഗ്രേറ്റഡ് UG PGയുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതില് കോർ കോഴ്സായിട്ടും കോമൺ കോഴ്സായിട്ടും കൊടുക്കുന്ന പേപ്പറുകളിൽ ഈ പറയുന്ന പോലെ ഭാഷാ കമ്പ്യൂട്ടിംഗ്, മലയാളം കമ്പ്യൂട്ടിംഗ്, അതുപോലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭാഷാശാസ്ത്രം, അങ്ങനെയൊക്കെയുള്ള ഏരിയകൾ കാണും. ആ ഏരിയകളിൽ നിന്നുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആ സിലബസിൽ കൊടുത്തിട്ടുള്ള വിശദ പഠനത്തിന് എന്ന് പറയുന്ന ആൾക്കാരുടെ പുസ്തകങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഭാഷാ കമ്പ്യൂട്ടിങ് അല്ലെങ്കിൽ മലയാളം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേരും അവരുടെ റെഫറൻസുകളും കിട്ടും. പലപ്പോഴും ഈ സിലബസുകളിൽ കൊടുക്കുന്ന അതേ ആൾക്കാരുടെ പേരും പുസ്തകങ്ങളുമാണ് നമുക്ക് എന്തിനു വരുന്നത്, ഈ പറയുന്ന ചേരുംപടി ചേർക്കാനായിട്ട് നമുക്ക് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം, ഗ്രന്ഥാലോകം, വിജ്ഞാന കൈരളി അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് നോക്കുക. നിങ്ങൾ PG പഠിക്കുന്നവരോ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരോ ഗവേഷണത്തിലേക്ക് ഒരുങ്ങുന്നവരോ ആണെന്നുണ്ടെങ്കിൽ കുറച്ചു വർഷമായിട്ട്, ഒരു 2-3 വർഷമായിട്ട് പല നാഷണൽ സെമിനാറുകള്, ഇന്റർനാഷണൽ സെമിനാറുകളൊക്കെ നടത്തുന്നത് മലയാളവും നിർമ്മിത ബുദ്ധിയും, മലയാളവും ഭാഷാ കമ്പ്യൂട്ടിങ്ങും, മലയാളവും സാങ്കേതിക വിദ്യയും ഇങ്ങനെയുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നമുക്ക് ആ ഒരു ഭാഗത്തുനിന്ന് കവർ ചെയ്യാം. മോസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ഗവേഷണ ലേഖനങ്ങൾ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ഭാഷാ കമ്പ്യൂട്ടിംഗ് എന്താണ്, അതുപോലെ പ്രയുക്ത ഭാഷാശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭാഷാശാസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത്, നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും മലയാള സാഹിത്യത്തിൽ എങ്ങനെ, കുറച്ച് മടുപ്പുള്ള ഒരു വിഷയമാണ് അത് വായിക്കുക എന്നുള്ളത്. അത് പഠിക്കാൻ ഒരു വഴിയുണ്ട്. അതൊരിക്കലും നമുക്ക് ഈ 1-2 യൂണിറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പാട്ടുപ്രസ്ഥാനവും കഥയും നോവലും ആട്ടക്കഥയും പഠിക്കുന്നത് പോലെ പഠിക്കാൻ സാധിക്കില്ല. അവയെ പഠിക്കണം, അല്ലെങ്കിൽ അവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ നേരിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ പഠിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ഗവേഷണ ലേഖനമെങ്കിലും വായിക്കുക, ആഴ്ചയിൽ ഒരു വിജ്ഞാന കൈരളിയിൽ ഇതുപോലുള്ള ഒരു ഫീച്ചറെങ്കിലും വായിക്കുക. ജസ്റ്റ് ഗൂഗിളിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാകും.
മലയാളത്തില് നമ്മൾ എല്ലാവരും എടുക്കുന്ന ഒരു ഭാഗമാണ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നാണ് പലരുടെയും മലയാളം കോഴ്സിന്റെ ഫുള്ളായിട്ടുള്ള പേര്. പക്ഷെ ഇത് കൂടാതെ മലയാളം ലിംഗ്വിസ്റ്റിക്സ് കൊടുക്കുന്നതുണ്ട്, മലയാളം വിത്ത് ജേർണലിസം കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതിന്റെ സ്റ്റഡി മെറ്റീരിയലുകൾ ഇപ്പോ ഗൂഗിളിൽ തന്നെ അവൈലബിൾ ആയിട്ട് അതൊക്കെ ജസ്റ്റ് വായിക്കുക, വെറുതെ വായിക്കുക, ജസ്റ്റ് മാത്രം വായിച്ചാൽ മതിയേ. അതിൽ ആഴത്തിലിരുന്ന് പഠിക്കണം, അതിൽ അഭിപ്രായങ്ങളിരുന്ന് പഠിക്കണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് അത് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ആ ഏരിയ ആയിട്ട് നമുക്കൊരു ബന്ധം. ഇത് ഒരു ശീലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നെറ്റ് എന്നുള്ള ഒരു വിഷയം പഠിക്കും, നെറ്റ് മലയാളം പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ ഒരു അധ്വാനമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഇതാണ് അതിന്റെ ഒരു വഴിയായിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ മാറുന്ന പാറ്റേൺ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോഴ്സുകൾ മാറുന്നുണ്ട്. മലയാളം എത്ര സ്കോർ ചെയ്യണം നെറ്റ് കിട്ടാൻ എന്നതാണ്. ഒന്നാമത് നമ്മളുടെ റിസൾട്ടിനെ ബാധിക്കുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് കട്ട് ഓഫ്. ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യമാണ് കട്ട് ഓഫ്. കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന അനുസരിച്ചാണ് നമ്മളുടെ നെറ്റ് ആണോ JRF ആണോ അല്ലെങ്കിൽ PhD ആണോ എന്ന സാധനം മനസ്സിലാകും. കട്ട് ഓഫ് വരാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മളുടെ കമ്മ്യൂണിറ്റി, കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ആ സമയത്തുണ്ടായിരുന്നുള്ള ചോദ്യങ്ങളെ അവലോകനം ചെയ്ത് എത്ര പേര് എഴുതി, എത്ര പേര് ആൻസർ ശരിയാക്കി, 100-ൽ എത്ര പേര് ഈ ആൻസർ ശരിയാക്കി എന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ്. സ്വാഭാവികമായിട്ട് ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓൾ പാസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇതിനകത്തില്ലല്ലോ. അപ്പോൾ ഓരോ സമയത്തെ കട്ട് ഓഫും ഓരോ രീതിയിലാണ് പോവുക. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കട്ട് ഓഫിനെ പറ്റിയിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് SC/ST വിഭാഗത്തില് നോക്കുന്ന സമയത്ത് 130 മുതൽ 148 വരെയുള്ളത് നെറ്റ് കിട്ടാനും 156 മുതൽ 178 വരെയുള്ള OBC-ക്കാർക്ക് നെറ്റ് കിട്ടാനും മാർക്കാണ് ഈ പറയുന്നത്. ജനറൽ കമ്മ്യൂണിറ്റിയിൽ 186 മുതൽ 196, 202, 206 വരെയൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്ത് കിട്ടും, നെറ്റ് കിട്ടാനുള്ള ആ ഒരു ലെവലാണ് കട്ട് ഓഫ് നിൽക്കുന്നത്. ഈ ഒരു റേഞ്ചിലാണ് കുറെ കാലമായിട്ട് കട്ട് ഓഫ് പോകുന്നത്. 2018 ഞങ്ങൾ എഴുതുന്ന സമയത്ത് 154 ആയിരുന്നു, 154, 156 ആയിരുന്നു ഈ പറയുന്ന OBC-യുടെ ഒരു കട്ട് ഓഫ് ആയിട്ട് വരുന്നു. അപ്പോൾ കട്ട് ഓഫ് ഓരോ തവണ കൂടുന്തോറും, ഓരോ വർഷം കഴിയും തോറും കുറയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ആപ്ലിക്കൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള പഠനമാണ് പലരും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഞ്ചിന് വ്യത്യാസം വരുന്നത്. ഇത് ഏതൊരു മാനദണ്ഡവും നോക്കിയിട്ടല്ല പറയുന്നത്, ഒരു ഊഹക്കണക്ക് മാത്രമാണ് പറയുന്നത്. ഇത്ര മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നെറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നെറ്റ് കിട്ടാനുള്ള സാധ്യത. മലയാളത്തിൽ എത്ര സ്കോർ ചെയ്യണം നെറ്റ് കിട്ടാൻ എന്ന് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിനിടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. റിപ്പീറ്റഡ് ഏരിയകളാണ് ഞാൻ ഈ ബ്ലൂ പ്രിന്റ് എന്നുള്ള ഒരു ഭാഗത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് കൃത്യമായിട്ട് പറയാനുണ്ട്, ഇതില് സെന്ററിൽ നിൽക്കുന്നുണ്ടോ നമ്മുടെ മലയാളത്തിലെ JRF ഹോൾഡർ ആണ് ആള്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ എയ്ഫറിന്റെ ടെസ്റ്റുകൾ മുടങ്ങാതെ ആ കുട്ടി ചെയ്യുമോ, മുടങ്ങാതെ ആ കുട്ടി ചെയ്ത് അതിൽ മെഗാമൂക്കിൽ എപ്പോഴും വിന്നറായി വന്ന്, അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. എന്താ വെച്ചാൽ ഓരോ ആഴ്ചയും എയ്ഫറിന്റെ മെഗാമൂക്ക് ഉണ്ടാവും. ആ മെഗാമൂക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നിരന്തരമുള്ള പ്രാക്ടീസ് ആണ് ആ കുട്ടിക്ക് നേരിട്ട് JRF കിട്ടിയത്. നെറ്റ് കിട്ടിയിട്ട് പിന്നെ JRF-ന് വേണ്ടി കാത്തിരുന്ന കുട്ടിയല്ല, നേരെ നെറ്റിന്ന് നേരെ JRF ആണ് കിട്ടിയത്. കാരണം പ്രാക്ടീസിങ് ആണ് അവിടെ നടക്കുന്നത്. എയ്ഫറില് JRF ട്രാക്ക് ബാച്ച് ഇപ്പോ അഡ്മിഷൻ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ റെക്കോർഡഡ് ക്ലാസ്, അതായത് ക്ലാസ്സുകള്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. JRF ക്ലബുകൾ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JRF ക്ലബുകൾ കിട്ടും. പിന്നെ ക്യുക്ക് നോട്ടുകൾ കിട്ടുന്നുണ്ട്, മലയാളം ലെക്സിക്കൻസ് കിട്ടുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എജു റീൽസുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പഠനം എന്നത് എയ്ഫറിനെ സംബന്ധിച്ചിടത്തോളം
ഒരു അധ്വാനമല്ല, അതൊരു ശീലത്തിന്റെ ഭാഗമാക്കുകയാണ് ഇപ്പറിന്റെ സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല. JRF ട്രാക്ക് ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിലവിലുള്ള അഡ്മിഷൻ ടീമുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് കാണുന്ന നമ്പറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത്തവണ ഇല്ലെങ്കിൽ അടുത്ത തവണത്തേക്കെങ്കിലും, ബേസ് ഇല്ലെങ്കിൽ അടുത്ത തവണത്തേക്കെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അതുതന്നെയാണ് നമ്മൾ ഈ പറയുന്ന മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫീച്ചേഴ്സ് പറയുന്നത്. ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നടത്തുന്ന പോലത്തെ വെബിനാറുകൾ ഉണ്ട്. സോറി, ഒരു സെക്കൻഡ്, ഇത് ഷെയർ ചെയ്തത് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ഉണ്ട്. പിന്നെന്താ, എജുറിയൽസ് ഉണ്ട്, JRF ക്ലബുകളുണ്ട്, ആക്ടിവിറ്റി ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഉണ്ടാക്കും. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ എടുക്കുക, വൈകണ്ട. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പർ 1 വേണ്ടി മാത്രമുള്ള ഒരു വെക്കേഷൻ ബാച്ച് ഉണ്ട്. മലയാളം ഇപ്പൊ ഏകദേശം അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജയിച്ചോളാം, എനിക്ക് പേപ്പർ 1 ആണ് വേണ്ടത് എന്നുള്ള ഒരു തീരുമാനമാണെങ്കിൽ ഈ പറയുന്ന പോലെ വെക്കേഷൻ ബാച്ച്, പേപ്പർ 1 മാത്രമുള്ള വെക്കേഷൻ ബാച്ച് അഡ്മിഷൻസ് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് ജോയിൻ ചെയ്യണമെങ്കിൽ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ബ്ലൂ പ്രിന്റ് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട് മാത്രമല്ല, എനി അതർ കൺസേൺസ് നിങ്ങൾക്ക് ഇവിടെ റേസ് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഈ മേഖലയിൽ കൂടുതലായിട്ട് അറിയാൻ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ UGC നെറ്റ് മലയാളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ചാറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, പുതിയ പോയിന്റുകൾ നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. UGC നെറ്റ് ബ്ലൂ പ്രിന്റ് ഫോർ മലയാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാള് നെറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം എടുക്കും. അവർക്ക് എന്തൊക്കെയോ അറിയാം, അവര് എവിടെ നിന്നൊക്കെയോ വായിച്ചതും എന്തൊക്കെയോ അറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ട് പരീക്ഷയ്ക്ക് പോകുന്നു വിചാരിക്കാം. അപ്പൊ എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ കൊടുക്കുന്ന ഒരു രേഖയാണ് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഇയർ ഓർഡർ എങ്ങനെ ശരിയാക്കും, ടിപ്സ് ഉണ്ടോ എന്ന് അത് പറഞ്ഞുതരാം. അത് ഞാൻ ഈ ബ്ലൂ പ്രിന്റ് വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, നമുക്ക് എന്തൊക്കെയോ അറിയാം, നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, പക്ഷെ അത് എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയാത്ത ഇഷ്യൂ ഉണ്ടെങ്കിൽ ബ്ലൂ പ്രിന്റ് നോക്കിയാൽ വളരെ നന്നാവും. പറഞ്ഞുതരാം. ഒന്നാമത്തെ യൂണിറ്റ് നോക്കുക. ഒന്നാമത്തെ യൂണിറ്റില് ഈ ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരും. മലയാള സാഹിത്യം പ്രാരംഭം എന്നതില് ഈ പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം, ഗാഥ, പാന, വഞ്ചിപ്പാട്ട്, കിളിപ്പാട്ട്, മിഷനറി ഗദ്യം, ശാസനങ്ങള്, ആട്ടപ്രകാരങ്ങൾ, ക്രമദീപികകൾ, മഹാകാവ്യം, മുക്തകങ്ങൾ, ഖണ്ഡകാവ്യം ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതില് ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളെ വരുള്ളൂ. പാട്ടുപ്രസ്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്, ഈ പറയുന്ന പാദാതി പ്രാസം എന്താണ്, അന്താതി പ്രാസം എന്താണ്, അല്ലെങ്കിൽ മോനയ്ക്ക് പറയുന്ന പേരെന്ത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങള്, അല്ലെങ്കിൽ ഈ പറയുന്ന പാട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട കൃതികളുടെ കാലഗണനയാണ് നമ്മൾ പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള കോഡുകൾ ഉണ്ടാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഞാൻ കോഡിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കോഡിന് പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വർഷങ്ങള് കോഡ് വെച്ച് പഠിക്കുക എന്നുള്ളത് ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ്. പക്ഷെ നമുക്കത് പിന്നീട് ഉപകരിക്കുമോ എന്നുള്ളതാണ് അറിയാത്തത്. ഇത് കഴിഞ്ഞും നമുക്കൊരു പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ കോഡുകൾ വെച്ച് പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കുക. വർഷങ്ങൾ പഠിക്കാനുള്ള ഒരു ടിപ്സ് എന്നോട് ചോദിച്ചില്ലേ, അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ എജുറീൽസിൽ കൊടുത്തിട്ടുണ്ട്. ഒരേ വർഷം ഇറങ്ങിയിട്ടുള്ള കൃതികളെ ഒരൊറ്റ സെറ്റായിട്ട് പഠിക്കുക. മനസ്സിലായോ? 1893 ഇറങ്ങിയിട്ടുള്ള നാടകങ്ങളെ 1893 കൊടുക്കുക. അപ്പോ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ കല്യാണി നാടകമാണെങ്കിൽ
അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദ്രികാ നാടകമാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃത നാടകത്തിന്റെ വിവർത്തനമാണെങ്കിൽ അതിനെല്ലാം ഒരൊറ്റ വർഷത്തിന്റെ കീഴിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ബ്ലൂ പ്രിന്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, ഞാൻ പഠിക്കുന്ന ഒരു രീതിയാണ് വർഷങ്ങൾ എളുപ്പം മനസ്സിലാക്കാനുള്ള രീതി എന്ന് പറയുന്നത്. ഓരോന്നിന്റെയും വർഷം എഴുതി പഠിക്കില്ല, പകരം ഒരു വർഷം എഴുതും. ഇപ്പൊ 1891 വിചാരിക്കുക. അപ്പൊ അതിൽ മറിയാമ്മ നാടകമാണെങ്കിൽ മറിയാമ്മ നാടകം, അല്ലെങ്കിൽ മറ്റ് ഇന്ന നാടകമാണെങ്കിൽ ഇന്ന നാടകം. ആ കാലത്ത് ഇറങ്ങിയിട്ടുള്ള ചെറുകഥകളെ പഠിക്കും, ആ കാലത്തിൽ ഇറങ്ങിയിട്ടുള്ള നോവലുകളെ പഠിക്കും. അപ്പൊ ഓരോന്നോരോന്ന് എഴുതുന്ന സ്ഥലം ഞാൻ മാറ്റിയിട്ട് ഈ സാധനങ്ങളെല്ലാം എഴുതിയിട്ട് ഒരൊറ്റ അരോ മാർക്ക് ഇട്ടിട്ട് 1893 എന്ന് പറഞ്ഞു. 1912 എന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള കവിതകള്, കഥകള്, മഹാകാവ്യങ്ങള്, സംഭവങ്ങള്, ചരിത്ര സംഭവങ്ങള്, ഇതിനെന്ത് ചെയ്യും, ഒരൊറ്റ കാറ്റഗറി ആക്കി മാറ്റും. ഞാൻ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ആ ഒരൊറ്റ വർഷം പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട 4 സംഭവങ്ങൾ എന്റെ ഓർമ്മയിലേക്ക് വരും. പിന്നെ ഇത് കഴിഞ്ഞ് അത് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിന്റെ ആവശ്യമില്ലാതെ തന്നെ സുഖമായിട്ട് നമുക്ക് വർഷം വന്നുപോകും. പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വർഷങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. മണിപ്രവാള സാഹിത്യത്തിലും ഈ പറയുന്നത് പോലെ അച്ചീചരിതങ്ങളുടെ കാലഗണന നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭാഷ ചമ്പുക്കളെ പറ്റിയിട്ട് പഠിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താ, ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരിദേവി, ഉണ്ണിയാടി, ചന്ദ്രോത്സവം, അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. ആ ഒരു ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുന്ന നോട്ട് ഓർഡറിൽ എഴുതും. ഈ രസകരമായ വേറൊരു കാര്യം പറയാം. കാലഗണനയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം. അപ്പോ നിങ്ങൾ എഴുതുന്ന നോട്ട് അവിടെ ഇവിടെ ഉള്ള നോട്ട്സ് എഴുതാതെ നിങ്ങൾ എഴുതുന്ന ഒരു റഫ് നോട്ട് അല്ല, ഒരു ഫെയർ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നോട്ടില് കൃത്യമായി 1, 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3 എന്ന് പറഞ്ഞ് സംഭവങ്ങള് എഴുതുക. ഇപ്പോ ചെറിയൊരു ഉദാഹരണം പറയാം. യൂണിറ്റ് 10 ചോദിക്കുന്നത് കുറച്ച് സമരങ്ങൾ തരും, അല്ലെങ്കിൽ കുറച്ച് നവോത്ഥാന പ്രവർത്തനങ്ങൾ തരും. ഇവയുടെ കാലഗണന ചോദിക്കും. നമ്മളോട് ചോദിക്കുന്നത് ഇവയുടെ വർഷങ്ങൾ തമ്മിൽ ചേരുമ്പടി ചേർക്കാനല്ല. അപ്പൊ അവിടെ വർഷം പഠിക്കുക എന്നുള്ളൊരു ടാസ്ക് അല്ല വരുന്നത്. മറിച്ച് എന്ത് ചെയ്യുക, വർഷം കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് എളുപ്പപ്പണി ചെയ്യുക. ഇപ്പോ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഇന്ന സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞ പോലെ താഴെ 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 താഴെയായിട്ട് എഴുതുക. ഇത് നിരന്തരം ഒന്ന് മറിച്ചു നോക്കും. വായിക്കണം, പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇതിങ്ങനെ മറിച്ചു നോക്കും. കുറേ ദിവസം നമ്മൾ ഇതിങ്ങനെ മറിച്ചു നോക്കുമ്പോൾ, നമ്മുടെ ശീലത്തിന്റെ ഭാഗമാക്കുമ്പോൾ നമ്മൾ അറിയാതെ ഈ കാലഗണന നമ്മൾ പഠിച്ചിരിക്കും. നിങ്ങളുടെ റൂമില് നിങ്ങളുടെ ഒരു തിങ്സ് എവിടെയാ വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ, നിങ്ങൾ എടുത്തു വെച്ച ഒരു സാധനം എവിടെയാണ് വെച്ചതെന്ന് നിങ്ങൾ അറിയുന്നത് പോലെ ഒരാൾക്കും അറിയില്ല. അതുപോലെയാണ് നിങ്ങൾ എഴുതുന്ന നോട്ട്. നിങ്ങൾ ഇങ്ങനെ കാലഗണന വെച്ചിട്ടുള്ള ചോദ്യങ്ങള് കാലഗണന പ്രകാരം തന്നെ അവയുടെ ഉത്തരങ്ങളെ അടുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ, അത് നിരന്തരം മറിച്ചു നോക്കി നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് വർഷം പഠിക്കാനോ ഇത് പഠിക്കാനോ ഒരു എക്സ്ട്രാ കോഡിന്റെ ആവശ്യമില്ല. എയ്ബർ കൊടുക്കുന്ന ക്യുക്ക് നോട്ടുകള്, എയ്ബർ കൊടുക്കുന്ന നോട്ട്സുകള്, PPTകള് ഒക്കെ ഇത്തരത്തിൽ അടുക്കി വെച്ചിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇത് നിരന്തരം വായിച്ചു നോക്കുന്ന ഒരാൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഐഡിയ കിട്ടും. പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ പലപ്പോഴും ആരംഭ ശൂരത്ത് എന്ന് പറഞ്ഞതുപോലെ ആദ്യം അഡ്മിഷൻ എടുക്കും, 2 ദിവസം എവിടെ സ്റ്റഡി മെറ്റീരിയൽ, എവിടെ സ്റ്റഡി പ്ലാൻ, എവിടെ ബ്ലൂ പ്രിന്റ്, എവിടെ എന്ന് പറഞ്ഞ് എല്ലാം കയ്യിലാക്കിയ ശേഷം 2 ദിവസം കഴിഞ്ഞ് എനിക്കൊന്നും വയ്യ ആണ്ടവ മുരുക എന്ന് പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ദിവസവും ഈ ഒരു PDF ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. ജസ്റ്റ് നിങ്ങൾ എഴുതി വെച്ച നോട്ടാണെങ്കിൽ ദിവസം അതൊന്ന് മറിച്ചു നോക്കുക. അത് ഡിസ്പ്ലേ ചെയ്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാലഗണന വളരെ ഈസി ആയിട്ട് കിട്ടും. ഏതിന്റെയൊക്കെ കാലഗണന പറയാം. പാട്ട് പ്രസ്ഥാനത്തിലെ പാട്ടുകൃതികളുടെ കാലഗണന ചോദിക്കാം, അച്ചീചരിതങ്ങളുടെ കാലഗണന ചോദിക്കാം. പിന്നെ മിഷനറി ഗദ്യത്തിൽ ആദ്യകാല വ്യാകരണ ഗ്രന്ഥങ്ങൾ, ആദ്യകാലത്തുണ്ടായിട്ടുള്ള നിഘണ്ടുക്കള്, അർണോസ് പാതിരിയുടെ നിഘണ്ടുക്കള്, വ്യാകരണ ഗ്രന്ഥങ്ങള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങൾ, അത്
കൊടുക്കാം. ആദ്യകാലത്തുള്ള പത്രങ്ങള് അവയുടെ കാലഗണന ചോദിക്കാം. ശാസനങ്ങളുടെ കാലം ചോദിക്കാം. പിന്നെ മഹാകാവ്യം, എന്നും സ്ഥിരം വേട്ട മൃഗമാണ് മഹാകാവ്യം. മഹാകാവ്യങ്ങളുടെ കാലഗണന ചോദിക്കും. ഖണ്ഡകാവ്യങ്ങളുടെ റെയറായിട്ട് ചോദിക്കാറുള്ളൂ. അപ്പൊ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. യൂണിറ്റ് 2 നോക്കുക, വെൺമണി പച്ചമലയാള പ്രസ്ഥാനം. അതിൽ ഉൾപ്പെട്ട കവിതകളെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. മാത്രമല്ല വെൺമണി സാഹിത്യത്തിന്റെയും പച്ചമലയാള സാഹിത്യത്തിന്റെയും ബേസിക് ഫീച്ചറുകൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാൽപ്പനിക കവിതകളുടെയും കാൽപ്പനിക കവികളുടെയും ഒക്കെ കൃതികളുടെ മാത്രം ഗണം ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെയാണ് റിയലിസ്റ്റ് കവിതകളും ആധുനിക കവിതകളും. ഉത്തരാധുനിക കവിതകളിൽ വരുന്നത് എന്താണെന്നറിയോ? ഉത്തരാധുനിക കവിത തരും, വരി തരും, എന്നിട്ട് അത് എഴുതിയിട്ടുള്ള ആൾ ആരാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. പിന്നെ സ്ത്രീ കവിതകളും ദളിത് കവിതകളും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോകാനായിട്ട് ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? എൻ്റെ അവിടെ നല്ല മഴയാണേ. എന്തെങ്കിലും നെറ്റിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാ. ഇത്ര നേരം പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നിങ്ങള് പറയുന്ന ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ടോ? അതൊന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് ഇതിനിടയിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിനിടയിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവേ. നോ ഇഷ്യൂ. ഇതില് ബ്ലൂ പ്രിന്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം, ഇതിൽ ഇന്ന രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുള്ള ഒരു അവലോകനം തരുന്നതാണ്. അപ്പോ അത് വെച്ചൊന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കഥയുടെയും കവിതകളുടെയൊക്കെ ഒരു യൂണിറ്റ് ആണ് വരുന്നത്. ഇതിന് നിങ്ങൾ ബേസിക് ആയിട്ട് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ആദ്യകാല ചെറുകഥകള്, അവയുടെ കാലഗണന പഠിക്കുക. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർഡറിൽ എഴുതുക. ഇപ്പോ ദ്വാരക, പുളി പിടിച്ച കയ്യ്, മേനോക്കിയെ കൊന്നതാര്, പിന്നെന്താ കാസ്മയുടെ ചെരുപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ളത് ആദ്യകാല കഥകളാണ്. അപ്പോ അവയുടെ എല്ലാം വർഷം ഓടി നടന്ന് പഠിച്ച് ടൈം വേസ്റ്റ് ചെയ്യരുത്. ഇതാണ് സ്മാർട്ട് വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവയൊക്കെ പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കാനായിട്ട് ശ്രമിക്കരുത്. ആ പഠിച്ച അവയുടെ വർഷങ്ങളൊന്നും നമ്മുടെ തലയിൽ നിൽക്കില്ല. നമ്മൾ ഏലിയൻ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അതിമാനുഷികരോ ഒന്നുമല്ല ഇത്രയും കാര്യങ്ങളുടെ വർഷം പഠിച്ചു വെക്കുക എന്നുള്ളത്. ഏറ്റവും നല്ലത് ഒരു വരി, ഒരു നോട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വരി എഴുതും. ആ ഒരു വരിയില് ഇയർ ചോദിക്കില്ല എന്നുള്ളത് ഷുവറാണ്. കാരണം ഒരു 4 വർഷത്തെ പേപ്പർ പരിശോധിച്ച് നോക്കുമ്പോൾ അവയുടെ വർഷങ്ങൾ ഏതെന്നല്ല ചോദിച്ചത്. ചുവടെ നൽകിയിരിക്കുന്ന കഥകളെ കാലക്രമപ്രകാരം അടുക്കി വെക്കാനുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോ ആത്മകഥകളാവട്ടെ, ആദ്യകാല ചെറുകഥകളാവട്ടെ, നോവലുകളാവട്ടെ, കവിതകളാകട്ടെ, മഹാകാവ്യങ്ങളാവട്ടെ, ആ പ്രസ്ഥാനങ്ങളാകട്ടെ, അവയിലെല്ലാം ഒരു പ്രസ്ഥാനം ഉണ്ടായ വർഷം ചോദിച്ചു കണ്ടിട്ടില്ല. പകരം എന്താണ്? അവയുടെ കാലഗണനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഒരു അറിവ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ PYQ പേപ്പറിനെ നല്ല രീതിയിൽ അനലൈസ് ചെയ്യണം. എവിടെയും ഈ വർഷം ഇതിന്റെ എന്നുള്ള മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങളല്ല ചോദിച്ചിട്ടുള്ളത്. പകരം താഴേക്ക് കൊടുത്തിട്ടുള്ളത് കാലഗണന പ്രകാരം അടുക്കി വെക്കാനാണ് പറയുന്നത്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഒരൊറ്റ വരി എഴുതുക. ആ ഒറ്റ വരിയിൽ 4 കഥകൾ എഴുതുക. താഴെ അടുത്ത വരി എഴുതുക. കാലഗണന പ്രകാരമുള്ള അടുത്ത 4 കഥകളെ എഴുതി വെക്കുക. നോവലുകളും അങ്ങനെ എഴുതി വെക്കുക. അത് ഡിസ്പ്ലേ ചെയ്ത് പഠിക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. പിന്നെ നവോത്ഥാന കഥകൾ. നവോത്ഥാന കഥകൾ എന്ന് പറയുന്ന സമയത്ത് പൊൻകുന്നം വർക്കി, ബഷീർ, കാരൂര്, ഉറൂബ്, ദേവ്, ഒരു 5-6 ആൾക്കാരെ എന്തെടുക്കുക. ഇവരുടെ കഥകളുടെ ഗണം മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ കഥകൾ എന്ത് ചെയ്യുക? തകഴിയുടെ ഒക്കെ കഥകൾ ഉണ്ടല്ലോ, ഇവരുടെ കാലം, ഈ എഴുത്തുകാരുടെ കാലം അല്ലെങ്കിൽ ഈ എഴുത്തുകാരുടെ കഥകളുടെ കാലം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കുക. അതുപോലെ തന്നെ പൊൻകുന്നം വർക്കിയുടെ കഥകളാണെങ്കിൽ പൊൻകുന്നം വർക്കിയുടെ കഥകളെ മാത്രം ഒന്ന് നോക്കുക. കാരണം ഒറ്റപ്പെട്ട അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും
പൊൻകുന്നം വർക്കിയുടെ കഥകളുടെ മാത്രം ഗണം എന്നുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ ഉത്തരാധുനിക കഥകൾ. ഉത്തരാധുനിക കഥകൾ എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ള ക്യാമ്പസ് കഥകള്, അതുപോലെ വാർഷിക പതിപ്പിൽ വന്നിട്ടുള്ള കഥകള്, അവാർഡുകൾ കിട്ടിയിട്ടുള്ള കഥകള്, ഇവയുടെയൊക്കെ പേരുകളൊന്ന് നോക്കി വെക്കും. പ്രധാനമായിട്ട് മലയാളി മെമ്മോറിയൽ, കാളി നാടകം, അടി, അങ്ങനെയൊക്കെ ഉള്ള കഥകള്, അല്ലെങ്കിൽ കലി എന്നൊക്കെയുള്ള കഥകളില്ലേ, കുറച്ച് പേര് സ്ട്രൈക്കിംഗ് ആയതോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പേരുകളോ അല്ലെങ്കിൽ ഐറണിയോ സറ്റയറോ ആയിട്ടുള്ള കഥകളുടെ പേരൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഡാവിഞ്ചി കോഡ് എന്നുള്ളതിന് പകരം സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ഡേവിഡ് ജി കോഡ് എന്നുള്ള ഒരു കഥയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പേരുകൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ആ കഥ ആരാണ് എഴുതിയത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് പഠിക്കുക. ഉത്തരാധുനിക എഴുത്തുകളുടെ കാലഗണനയല്ല ചോദിക്കുക, പകരം എന്ത് ചെയ്യും, കഥ തന്നിട്ട് അത് ആരാണ് എഴുതിയത് എന്നുള്ളതാണ് ചോദിക്കുക. അപ്പൊ അതിനെ അങ്ങനെ പഠിക്കാനായിട്ട് നോക്കുക. ഇത് പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിലവിലുള്ള മാതൃഭൂമി ബുക്സ്, DC ബുക്സിന്റെ ഒക്കെ ഓൺലൈൻ സ്റ്റോർ നോക്കിക്കഴിഞ്ഞാൽ പുതിയതായി വന്നിട്ടുള്ള പുസ്തകങ്ങളെ പറ്റിയിട്ടുള്ളത് അറിയും. പട്ടുനൂൽ പുഴു എന്നൊക്കെ പറഞ്ഞ് പുതിയതായിട്ടുള്ള പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവയൊക്കെ ഒന്ന് നോക്കുക. ജസ്റ്റ് പുസ്തക പ്രകാശനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ലൈബ്രറിയിൽ വിസിറ്റ് ചെയ്യുക. അതൊരു ശീലത്തിന്റെ ഭാഗമാക്കിയാൽ മാത്രം മതിയാവും. ഓക്കെ. 4ാമത്തെ യൂണിറ്റ് നോക്കുക. കഥകളി, ആട്ടപ്രകാരം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകൾ പഠിക്കുക. അതുപോലെ തന്നെ ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകൾ പഠിക്കുക. അങ്ങനെയൊക്കെയുള്ള ബേസ് ലെവൽ ചോദ്യങ്ങളാണ് വരിക. കഥാപാത്രം വല്ലപ്പോഴും ചോദിക്കാനേ സാധ്യതയുള്ളൂ. അത് എങ്ങനെ ചോദിക്കാന്നറിയോ ഷെഫീക്കെ? ഗാന്ധി പ്രമേയമായി വരുന്ന കഥ ഏത്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കഥാപാത്രമായി വരുന്ന കഥ ഏത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഇന്ന യുദ്ധം പ്രമേയമായി വരുന്ന കഥ ഏത്, അല്ലെങ്കിൽ ഡയസ്പോറ കുടിയേറ്റം വിഷയമായി വരുന്ന കഥ ഏത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോ അങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഗാന്ധി, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് വരുന്ന ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ കഥാപാത്രം ചോദിക്കുന്ന കഥകൾ വരും. അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞുതരാം. ഒരു 5 വർഷത്തിൽ ഇറങ്ങിയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള കഥകളും നോവലുകളും ഉണ്ടാവും. അതിന്റെ മാത്രം, അല്ലെങ്കിൽ ആ ഒരു 2019, 2020, 2021, 22, 23, 24, 25, അതിൽ 25 24 വരെ ഇറങ്ങിയിട്ടുള്ള കഥ, നോവൽ, മികച്ചതിന് കിട്ടുന്ന അവാർഡ് കിട്ടുന്നുണ്ടല്ലോ, അതിന്റെ ഒരു 1 ലൈൻ പഠിച്ചു. അതിലെ കഥാപാത്രം ആരാന്നുള്ളത് പഠിക്കുക. അതിനെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ആ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. കുറെ വിവരങ്ങൾ നമുക്ക് എന്തിന്ന് കിട്ടും, ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഗൂഗിളിൽ നിന്ന് നമുക്കൊരു 10 15 മാർക്ക് നമുക്ക് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഉത്തരാധുനിക കഥകള്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ, ഉത്തരാധുനിക നോവലുകള്, അല്ലെങ്കിൽ ഇന്ന നോവലിന്റെ പേര് കൊടുക്കുക. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പോ ഒരു ഇതാണ് യൂദാസിന്റെ സുവിശേഷം എന്നുള്ള ഒരു കൃതിയിൽ ആവിഷ്കരിക്കുന്ന പ്രമേയം എന്ത്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നാവും. അതാകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഈ കൊടുത്തിട്ടില്ലേ, ബ്ലൂ പ്രിന്റിൽ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതിയാവും. മെയിനായിട്ട് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ഈ ഒരു ബ്ലൂ പ്രിന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ട് പറയാം. നമ്മളെല്ലാം ചോദിച്ചിട്ട് പറയാമേ. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് നോക്കി പഠിച്ചു പോയാൽ നന്നാകും. പിന്നെ ഫോക്ലോർ എന്ന് പറയുന്നത് ഇതിലൊരു പ്രശ്നമല്ല, ഇതിലൊരു ഡിഫിക്കൽട്ട് എന്താ ചോദിച്ചാൽ, കടൽ പോലെ കിടക്കുന്ന ഒരു സാധനം. ഇതിൽ പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള, അതായത് പാശ്ചാത്യവും കേരളീയവുമായിട്ടുള്ള ഫോക്ലോർ സംജ്ഞകളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന പോലെ മോട്ടിഫ് എന്താണ്, അതുപോലെ തന്നെ മെറ്റാ ഫോക്ലോർ എന്താണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്.
ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും മെറ്റാ ഫോക്ലോറിന് ഉദാഹരണമായത് കണ്ടെത്തുക എന്നൊക്കെയാണ്. അപ്പൊ എന്താണ് മെറ്റാ ഫോക്ലോർ എന്ന് പറയുന്ന സാധനം, എന്താണ് ഈ മോട്ടിഫ് എന്ന് പറയുന്ന സാധനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കേണ്ടി വരും. അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ച് കഴിഞ്ഞാൽ നാടോടി വിജ്ഞാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറയുന്ന പോലെ നെറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക. ഫോക്ലോറിൽ ഈ പറയുന്ന പോലെ ഇന്ത്യൻ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടല്ലോ, സൗരപുരാവർത്ത സിദ്ധാന്തം, കെട്ടുമുറ സിദ്ധാന്തം എന്താണ്, ഇങ്ങനെ ചോദിക്കുള്ളൂ. കെട്ടുമുറ സിദ്ധാന്തം എന്തുമായി ബന്ധപ്പെട്ട ശാഖയാണ്? കഥാഗാനങ്ങൾ, ഐതിഹ്യങ്ങൾ, പുരാവൃത്തങ്ങൾ, അല്ലെങ്കിൽ എന്ത് പറയും, ചരിത്ര ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ ശരി ഉത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഫോക്ലോർ കുറച്ച് നന്നായി പഠിക്കേണ്ടതാണ്. ഈ മേഖലയിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓരോ കലാരൂപങ്ങളുണ്ട്. ഇപ്പൊ ഗദ്ദിക, അത് പ്രൊമോട്ട് ചെയ്ത് അതിന്റെ ഒരു മുഖമായി നിൽക്കുന്നത് ആര്? കഥകളി, അല്ലെങ്കിൽ കഥകളി ക്ഷേത്രീയ കലയാണ്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചാറ്റുപാട്ട് ആരാണ് അവതരിപ്പിക്കുന്നത്, അതിൽ പ്രധാനപ്പെട്ടത് ആരെങ്കിലും ഉണ്ടോ? അർജുന നൃത്തം, അതിന്റെ ആചാര്യൻ ആരാണ്? അവരെയൊക്കെ പഠിക്കുക. അതുപോലെ തോൽപ്പാവക്കൂത്ത്, ഇതിലൊക്കെ ഈ പറയുന്ന ഗിന്നസ് റെക്കോർഡോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സോറി നാഷണൽ ലെവലിലൊക്കെ അവാർഡ് കിട്ടിയിട്ടുള്ള ആൾക്കാരും അവരുടെ കലാരൂപങ്ങൾ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. യക്ഷഗാനം പാടി അപ്പൊ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരും അവരുടെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അത് ഒരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമായിട്ടായിരിക്കും വരിക. അത് നമുക്ക് പ്രെഡിക്റ്റബിൾ അല്ല. കഴിഞ്ഞ തവണയൊക്കെ എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? അർജുന നൃത്തം, ഗദ്ദിക, പിന്നെ ചാറ്റുപാട്ട്, ചവിട്ട് നാടകം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കലാരൂപങ്ങൾ തരും. അത് ആവിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന ആൾക്കാരെ ചോദിക്കും. വളരെ രസകരമായ കാര്യം, കഴിഞ്ഞ പരീക്ഷയിൽ കഥാപ്രസംഗവും കഥാപ്രസംഗം പറയുന്ന ആൾക്കാരെയും തമ്മിൽ യോജിപ്പിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര പഠിച്ചാലും ഇതിലൊരു മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 75 to 80 മാർക്ക് വരെയാണ്. 20 ചോദ്യങ്ങൾ എങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യും, തെറ്റും. ഒരു മിനിമം മീഡിയം പഠിക്കുന്ന ഒരാളുടെ കാര്യം കേട്ടോ ഞാൻ പറയണത്. അങ്ങനെ ഞാൻ 18 മണിക്കൂർ പഠിക്കുമായിരുന്നു, ഞാൻ 25 മണിക്കൂർ പഠിക്കുമായിരുന്നു എന്നൊക്കെ ഓരോ ടെസ്റ്റിമോണിയലിൽ വന്നിരുന്ന് പറയുന്ന ഒരു കാര്യമല്ല പറയുന്നത്. മിനിമം മീഡിയം ലെവലിലുള്ള ഒരു ആള് ചത്തുകുത്തിയിരുന്ന് പഠിച്ചാൽ കിട്ടുന്ന ഒരു മാർക്കാണ് 70 to 75 അല്ലെങ്കിൽ 76 മാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ അത്രയും ക്വസ്റ്റ്യൻസ് ശരിയാക്കുക എന്നുള്ളത്. അത്രയും ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ തന്നെ 70-75 ക്വസ്റ്റ്യൻസ് ശരിയാക്കിയാൽ തന്നെ ഒരു OBC വിഭാഗത്തിലുള്ള ഒരാൾക്ക് JRF കിട്ടാനുള്ള സാധ്യതയുണ്ട്. പേപ്പർ 1 കൂടെ കൂട്ടിയാൽ, അല്ലെങ്കിൽ അല്ല, പേപ്പർ 1 കൂടെ കൂട്ടി നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിൽ JRF-ലേക്ക് എത്താൻ ഒരു 75-76 ചോദ്യങ്ങള് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കയറി പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് നമ്മുടെ ഏറ്റവും മാക്സിമം. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ കൈവിട്ട് പോകും. കാരണം നമ്മള് ഡിങ്കനൊന്നുമല്ല, സാധാരണ നിസ്സഹായരായ മനുഷ്യരാണ്. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം അതിനനുസരിച്ച് പഠിക്കുക. കുറെ പഠിക്കുമ്പോൾ കുറെ മറന്നു പോകും, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണെന്നും കൂടെ ഒന്ന് ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആദ്യകാല നിരൂപണത്തിന്റെ സവിശേഷതകൾ ചോദിക്കും, പുസ്തക നിരൂപണം എന്താണെന്ന് ചോദിക്കും, പ്രധാനപ്പെട്ട നിരൂപകര് ആരൊക്കെയാണെന്നുള്ളത് ചോദിക്കും, അവരുടെ പുസ്തകങ്ങളും ചോദിക്കും. അത്രയേ ചോദിക്കുള്ളൂ ഈ ഒരു ഭാഗത്തു നിന്ന്. പിന്നെ ഇന്നതിനെ പറ്റി അഭിപ്രായം പറഞ്ഞത് ആര്, അങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും. വിമർശനം പക്ഷപാതപരമായിരിക്കും എന്ന് പറഞ്ഞത് ആര്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ളത്. അപ്പൊ അതിനനുസരിച്ച് ഒരുങ്ങി ഇരുന്നാൽ മതിയാകും. ഓക്കെ. പിന്നെ ഈ സ്ത്രീവാദ നിരൂപണം, ഉത്തരാധുനിക നിരൂപണം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടില്ലേ, അതിന് എന്ത് പഠിച്ചാൽ മതി? പുതിയ എഴുത്തുകാരും അവരുടെ നിരൂപണ ഗ്രന്ഥങ്ങളും പഠിച്ചാൽ മതിയാകും. അതൊക്കെ ജസ്റ്റ് വായിച്ചു വിടുക കേട്ടോ. കുറെയൊക്കെ വായിച്ചു വിടുമ്പോൾ കുറെയൊക്കെ ഓർമ്മയുണ്ടാവും, കുറച്ചൊക്കെ ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആത്മകഥകളെ പഠിക്കുന്ന സമയത്ത് ആത്മകഥകൾ ആരെഴുതി എന്നുള്ള ബേസിക്കലി മനസ്സിലാക്കണം, അവയുടെ കാലഗണനയും മനസ്സിലാക്കണം. ജീവചരിത്രവും അപ്രകാരം തന്നെ, വിവർത്തന കൃതികളും അപ്രകാരം തന്നെ. യാത്രാ വിവരണങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും, അത് ആരെഴുതി എന്നുള്ള ചോദ്യമൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ പറയുന്ന വ്യാകരണത്തിൽ ഈ പറയുന്ന പോലെ പ്രാകൃത കക്ഷ്യ, വൈകൃത കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ,
സംഘടിത കക്ഷിയ, സംശ്ലിഷ്ട കക്ഷിയ എന്നുള്ള 5 തരത്തിലുള്ള കക്ഷികളുണ്ട്. ഈ കക്ഷികളുടെയൊക്കെ സ്വഭാവം വെച്ചിട്ടും ഭാഷാഗോത്രങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കും. ഭാഷോൽപത്തി വാദങ്ങളാണ് മെയിൻ ആയിട്ട് ചോദിക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും സ്വതന്ത്രവാദത്തിന്റെ വക്താക്കൾ ആര്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുക. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പഠിക്കാനുള്ള കുട്ടിയായിട്ടുള്ള പോയിന്റ്സ് ഞാൻ എജൂറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് എജൂറിയിൽ പറയുന്ന പോലെ ആക്സസബിൾ ആണെന്നുണ്ടെങ്കിൽ എജൂറിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. നമ്മൾ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് എയ്ഫറൈറ്റ്സിന് എയ്ഫർ സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീച്ചറാണ് എജൂറീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എജൂറീൽസിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് മെയിൻലി ഈ ബ്ലൂ പ്രിന്റ് വെച്ചാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോ ഒരു എജൂറീൽ എന്ന് പറയുന്നത് മിനിമം 30 സെക്കൻഡ് മാത്രമുള്ള ഒരു റീലാണ്. അപ്പൊ അതിനകത്ത് എത്ര പെട്ടെന്ന് നമുക്കൊരു ഭാഷാഗോത്രം പഠിക്കാം, എത്ര പെട്ടെന്നാണ്, എന്താണ് ഒരു വൈകൃത കക്ഷ്യ, എന്താണ് പ്രാകൃത കക്ഷ്യ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ മതിയാകും. യൂണിറ്റ് 9 ഈ പറയുന്നത് പോലെ കുറച്ച് റഗഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് 9ാമത്തെ യൂണിറ്റ്. പലർക്കും പഠിക്കുമ്പോഴും പലർക്കും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും തെറ്റിപ്പോകുന്ന ഒരു യൂണിറ്റ് ആണ് 9ാമത്തെ യൂണിറ്റ്. 9ാമത്തെ യൂണിറ്റിൽ നിങ്ങൾ കുറച്ച് സമയമെടുത്ത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. ഓക്കെ, ഇതില് വളരെ നീതികെട്ട ഒരു കാര്യം എന്താന്ന് പറയാം. നമ്മുടെ ഭാമഹൻ, രുയ്യകൻ, ഭട്ടലൊല്ലടൻ, ഹേമചന്ദ്രൻ, ക്ഷേമേന്ദ്രൻ, ആരാണ്, വാമനൻ, രുദ്രടൻ, ശക്തിഭദ്രൻ, ജഗന്നാഥ പണ്ഡിതൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ. ഇവരുടെയൊക്കെ കാലഗണന ചോദിക്കും. യഥാർത്ഥത്തിൽ ഇവരുടെ ഒന്നും കാലഗണന എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും ഒരു തീർച്ചയിലെത്തിയിട്ടില്ല. ഓക്കെ, ഭാമഹൻ എപ്പോ ജീവിച്ചു, ആചാര്യദണ്ഡി എപ്പോ ജീവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പോഴും പല പുസ്തകങ്ങളും പലതാണ് പറയുന്നത്. പക്ഷെ ഇവരുടെ ഒരു കാലഗണന ചോദിക്കുന്നുണ്ട്. ഇവരുടെ കാലഗണനയും പഠിക്കുക, ഇവരുടെ പുസ്തകങ്ങൾ പഠിക്കുക, ഇവർ പറഞ്ഞിട്ടുള്ള നിർവചനങ്ങൾ, കാവ്യ നിർവചനങ്ങളും കൂടെ പഠിക്കുക. അതാണ് ഈ ഭാഗത്ത് സ്ട്രെസ് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളത് ഇതിൽ കാണുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചാൽ മതിയാകും. പിന്നെ സംഘകാലം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സെക്കൻഡ് ഓക്കെ. പിന്നെ യൂണിറ്റ് 10 നോക്കുക. യൂണിറ്റ് 10 മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഈ മഹാശില സംസ്കാരം ഒന്നും നിങ്ങൾ പഠിക്കണ്ട, കേരളത്തിന്റെ ഭൂമിശാസ്ത്രം വലിയ രീതിയിൽ പഠിക്കണ്ട. പക്ഷെ സംഘകാലം പഠിച്ചോളൂ കേട്ടോ. സംഘകാലത്തിലെ പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് പഠിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു നോട്ട് റിവൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ചേരമാൻ തുഞ്ചിയ പെരുമാൾ എന്ന് അകനാനൂറിലും ശിവപാദശേഖരൻ എന്ന് മക്കൻസി മാൻസ്ക്രിപ്റ്റിലും കോട്ടിപ്പെരുമാൾ എന്ന് മൂഷിക വംശത്തിൽ രാമഘടൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ആര് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് ഇളങ്കോവടികളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. തിണകൾ പഠിച്ചു വെക്കുക. ഓരോ തിണയുടെയും പ്രത്യേകതകളെ പറ്റി പഠിച്ചു വെക്കുക. പിന്നെ ചേര രാജാക്കന്മാരുടെ ഒരു വംശാവലി ചോദിക്കും, അതുകൊണ്ട് അത് ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ നാടുവാഴിത്തം, ജാതി അയിത്തം അതെന്നുള്ള ചോദ്യങ്ങൾ വരില്ല. വൈദേശിക ആധിപത്യം നിങ്ങൾ നോക്കുക. ഉടമ്പടികൾ, ശ്രീരംഗപട്ടണം ഉടമ്പടി, ആ ഉടമ്പടി, ഈ ഉടമ്പടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടമ്പടികളെ പറ്റി നോക്കുക. നാണയങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. കൊട്ടാരങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളുടെ കാലഗണന പഠിക്കുക. പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാർ എന്താ ചെയ്തതെന്നുള്ളതിനെ പറ്റിയിട്ട് ബേസ് ലെവൽ പഠിക്കുക. ഇതൊക്കെ ഞാൻ ബേസ് ലെവലിൽ പഠിക്കാൻ പറയുന്നുള്ളൂ, ഇൻഡെപ്തിൽ പഠിക്കാൻ പറയുന്നില്ല. കാരണം ബേസ് ലെവൽ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ പോയിന്റ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ റിവൈസ് ചെയ്ത് നോക്കാനായിട്ട് നോക്കുക. പിന്നെ പത്രങ്ങള്, മാധ്യമങ്ങൾ എന്നുള്ള ഒരു ഭാഗത്താണ് ഈ പറയുന്ന പോലെ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചത് ഏതു വർഷം, ആദ്യമായിട്ട് നിലവിൽ വന്ന സമ്പൂർണ്ണ മലയാളം ചാനൽ ഏത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ
അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് PDF-കളും ലേഖനങ്ങളും നമുക്ക് കിട്ടും. അതിനകത്ത് ഇതുപോലുള്ള പോയിന്റ്സും വളരെ അധികമായിട്ട് കിട്ടും. നിങ്ങൾ ഇനി മാറ്റേണ്ട ഒരു തെറ്റിദ്ധാരണ പറഞ്ഞു തരാം. ഇന്നത്തെ കാലത്ത് ഒരു ഗൈഡ് പഠിച്ചത് കൊണ്ട് മാത്രം നെറ്റ് ക്വാളിഫൈഡ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മളെ പോലെ കുറെ പേര് നെറ്റ് എഴുതി 1 തവണ, 2 തവണ, 7 തവണ, 8 തവണ, 10 തവണ, 12 തവണ ഒക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്തുകൊണ്ട് നെറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പഠന രീതി. രണ്ട്, അവർ ആശ്രയിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ. അവരാശ്രയിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിന് അവരുടെ വിജയം ഇല്ലാതാക്കാൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഒരു ഗൈഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഭാഷാ കമ്പ്യൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ഉള്ള എത്ര ഗൈഡുകളുണ്ട്. ഞാൻ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അതേപടി അച്ചടിച്ച് വിൽക്കുന്ന ടീമിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമുക്കൊരു നെറ്റ് സമ്പൂർണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കിട്ടുന്ന എത്ര ഗൈഡിലാണ് ഈ പോയിന്റ് ഉണ്ടാവുക. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തെ പറ്റി പറയുന്ന എത്ര ഗൈഡുകളുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കേരളത്തിന്റെ ഈ പറയുന്ന ചേര രാജാക്കന്മാരും അവരുടെ സംഭാവനകളെ പറ്റി പറയുന്ന എത്ര ഗൈഡുകളുണ്ട്. അപ്പോ രാഷ്ട്രീയത്തെ പറ്റിയും വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ഒരുപാട് ഗൈഡുകളില്ല. ഗൈഡുകളിൽ പരമാവധി പരാമർശിച്ചു പോകുന്നത് പാട്ടുപ്രസ്ഥാനം, അതുപോലെ തന്നെ യൂണിറ്റ് 7 കാണിച്ചു തരാം. അതുപോലെ തന്നെ പാട്ടുപ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം, ഇവയെ പറ്റിയിട്ടുള്ള ബേസിക് വിവരങ്ങൾ മാത്രമേ ഗൈഡുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് അതല്ല വേണ്ടത്. നിങ്ങൾ വളരെ വിശദമായി തന്നെ ക്ലാസ്സുകൾ കണ്ട്, അല്ലെങ്കിൽ വളരെ വിശദമായി തന്നെ ഒരു അറിവുണ്ടാക്കി, ഒരു ബേസ് ലെവൽ റീഡിംഗ് ഉണ്ടാക്കിയെടുത്ത് അതിന് മേലെ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഒരു ഗൈഡും പഠിക്കണ്ട. ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ ജയിക്കും. എന്ത് ചെയ്യണം? ബേസ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പൊ ഈ ബ്ലൂ പ്രിന്റിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നെറ്റ് കിട്ടത്തുള്ളത് ഡാം ഷുവർ ആയിട്ട് പറയും. എന്തുകൊണ്ടാ ചോദിച്ചാൽ ഇതാണ് കാര്യം. ഗൈഡ് പഠിച്ചു, നമ്മൾ അടച്ചു വെച്ചു, പരീക്ഷയ്ക്ക് പോകുന്നു. ഗൈഡിലുള്ളതിനപ്പുറത്താണ് പരീക്ഷയിൽ ചോദിക്കുന്നത്. PYQ ചെയ്യുക. ഏറ്റവും നല്ല കാര്യം എന്താ വെച്ചാൽ ബേസ് ലെവൽ ഉണ്ടാക്കിയ ശേഷം PYQ ചെയ്യുക. ഏറ്റവും നമുക്ക് അറിയാത്തതും ഏറ്റവും ചോദിക്കുന്നതുമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഈ പ്രാക്ടീസും കൺസിസ്റ്റൻസിയും പഠനം ഒരു അധ്വാനം അല്ലാതെ പഠനം ശീലത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ അധ്വാനമൊന്നും ഇല്ലാതെ നെറ്റ് നേടാവുന്നുണ്ട്. നെറ്റല്ല, JRF നേടാവുന്നതേ. ഓക്കെ, രണ്ടാമത്തെ സ്ലൈഡ് കാണിക്കാം. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റിന്റെ സ്ലൈഡും ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, ഈ പറയുന്നത് പോലെ ഇത് എങ്ങനെ ഈ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയെന്ന് പറയാം. ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇന്ന യൂണിറ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു, ഇന്ന യൂണിറ്റിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു, 7ാമത്തെ യൂണിറ്റിൽ നിന്ന് 9ാമത്തെ യൂണിറ്റിൽ നിന്ന് താരതമ്യേന കുറവാണോ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒരു അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിലപ്പോ അടുത്ത തവണ ഈ ബ്ലൂ പ്രിന്റ് പ്രകാരം തന്നെ വരണമെന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ബ്ലൂ പ്രിന്റിൽ പറയുന്ന 70% ചോദ്യങ്ങൾ തന്നെയാണ്, 70 അല്ല, ഒരു 89, 91% ചോദ്യങ്ങളും ഈ ബ്ലൂ പ്രിന്റിൽ നിന്ന് ചോദിക്കും. കാരണം അങ്ങനെയാണ് 10 വർഷത്തെ പേപ്പർ പോയിട്ടുള്ളത്. ഈ ഏരിയകൾ മുതലാണ് നോക്കേണ്ടത്. ഏത് വർഷം മുതലാണ് PYQ നോക്കി തുടങ്ങേണ്ടതെന്നാണ് ഷെഫീക്ക് ചോദിച്ചിട്ടുള്ളത്. റീസെന്റ് ഇറങ്ങിയിട്ടുള്ള 2024 മുതൽക്കുള്ളത്. നിങ്ങൾ എയ്ഫറിന്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബുക്ക് കിട്ടും. മലയാളത്തിന്റെ ബുക്ക് കിട്ടും. 2018 മുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് ലാസ്റ്റ് ഫസ്റ്റിലേക്ക് പഠിക്കുക. അതായത് 2024 ആദ്യം നോക്കുക, 2023 രണ്ടാമത് നോക്കുക, 2022 മൂന്നാമത് നോക്കുക, 2021, 2020, 2019 വരെയുള്ള നോക്കുക. 5 വർഷത്തെ PYQ. 5 വർഷത്തെ PYQ മാത്രം നിങ്ങൾ നോക്കിയാൽ മതിയാകും. ചിലവരുടെ കയ്യിലുണ്ടാവും നമ്മളുടെ പഴയ പ്രിന്റ്, എന്താ ഈ 2 പേപ്പർ ആയിരിക്കുന്ന സമയം മുതൽക്കുള്ള പേപ്പർ ഉണ്ടാവും, കാലഹരണപ്പെട്ടിട്ടുള്ള പേപ്പർ. നോക്കിക്കോ, നോക്കണ്ടെന്ന് ഞാൻ പറയില്ല. ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിന് കൊടുക്കുക. ആദ്യത്തെ 5 വർഷത്തെ പേപ്പറിന് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ പഴയ പേപ്പർ നോക്കുന്നതാണ് നന്നാവുക. ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞു. ഞാൻ ഈ പറയുന്ന വെബിനാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും അനലൈസ് ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും നമ്മൾ എയ്ഫറിൽ കൊടുക്കുന്നത്.
പേപ്പറിൽ ഈ പറയുന്നത് പോലെ പഠിപ്പിച്ച സാധനം തന്നെ ഈ പറയുന്ന പാമ്പിനെ തല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയല്ല. അനലൈസ് ചെയ്ത് എന്ത് വരും എന്ന ധാരണ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതി ടെൻഷൻ കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ പഠിച്ച മാർക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഇതേ വരുള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയും ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും, ഒരു അസ്യൂം ഉണ്ടാവും, അതിൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. പിന്നെ പേപ്പറിൽ അഡ്മിഷൻ എടുത്താൽ മാത്രം പോരാ, ആ പറയുന്ന നമ്മൾ കൊടുക്കുന്ന ടാസ്കുകൾ ചെയ്യാനും നമ്മളോടൊപ്പം ഈ പറയുന്ന ടീച്ചേഴ്സ് തരുമ്പോൾ നമ്മളോടൊപ്പം കൂടെ വരാനും പറ്റുന്നവർക്കാണ് വിജയം ഉണ്ടാവുക. കാരണം ഇതൊരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. നമ്മൾ 10ാം ക്ലാസ് എഴുതി ഓൾ പാസ് കൊടുക്കുന്ന പോലെ 8ാം ക്ലാസ് എഴുതി ഓൾ പാസ് കൊടുക്കുന്ന പോലുള്ള ഒരു പരിപാടിയല്ല. അപ്പൊ നമ്മൾ പോകുന്ന ആ ഒരു വഴിയിലേക്ക് നിങ്ങളും കൂടെ വരിക, നിങ്ങളുടെയും കൂടെ ഒരു സഹകരണം ഉണ്ടാവുക, ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ സുഖമായി വലിയ അധ്വാനങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു സാധനം കയ്യിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മുടെ JRF ട്രാക്ക് ബാച്ചിനുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വിശദമായിട്ടുള്ള കോഴ്സ് എടുക്കാൻ നോക്കുക. ഇവിടെ ലൈവ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ സെഷൻസ് ഉണ്ട്, പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാൻ ഉണ്ട്. അത് ഈ പറയുന്ന പോലെ 100 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, 50 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, 40 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്, 25 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഫീ എത്രയാണ്, ക്രാഷ് കോഴ്സ് ഉണ്ടോ, ഇത്തരത്തിലുള്ള ഡാറ്റാസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ ടീമിനെയാണ് ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു അക്കാഡമിക് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ ഫീച്ചർ ആണ് കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിൽ ഏറ്റവും ഇത്തവണത്തെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എജു റീൽസ് ആണ് ഉള്ളത്. എജു റീൽസ് മാത്രം നിങ്ങൾ ഒരു ദിവസം ഒന്ന് വെച്ച് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ശീലത്തിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് പറ്റും. എത്ര ഡേയ്സ് ഇനി കിട്ടും പഠിക്കാൻ എന്നത്, നമ്മൾ ഇന്നു മുതൽ പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഇന്നും കൂട്ടി പരീക്ഷ വരെയുള്ള ദിവസം നമുക്ക് പഠിക്കാൻ കിട്ടും. പരീക്ഷ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ 2nd or 3rd വീക്കിൽ നമ്മുടെ പരീക്ഷ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ജൂലൈ 19, 20, 21, 25, 27 അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം മെയ് മാസത്തിൽ മൊത്തം ഈ പറയുന്ന പോലെ അഡ്മിഷൻ ടിക്കറ്റ്, സിറ്റി ഇന്റിമേഷൻ, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. ജൂലൈ ഒരു 2nd, 3rd വീക്ക് മുതൽ നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷകൾ പ്രതീക്ഷിക്കാം. നമ്മളുടെ ഒരു 19 ശേഷം 27-നുള്ളിലൊക്കെ നമ്മുടെ ഒരു പരീക്ഷ പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഓഗസ്റ്റ് വരെ പോവില്ല, കാരണം ഈ ഒരു മേഖലയിൽ നിന്ന് നമ്മളുടെ ഒരു അനലൈസിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. തീർത്തും ഇങ്ങനെ പറയാൻ ഞാനൊരു അതോറിറ്റി അല്ല. പകരം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത്രയും ദിവസം ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ജൂൺ സെഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു അനലൈസ് ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഇനി 2 മാസം ഉണ്ടല്ലോ, ഇനി 1 മാസം ഉണ്ടല്ലോ, അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് സമയമില്ല. നിങ്ങൾ ഓർക്കുക, നമ്മൾ പഠിച്ച ഉടനെ പുസ്തകം ഇങ്ങനെ മറിച്ചാൽ തലേക്കേറെ നമ്മൾ ചിട്ടി റോബോട്ടല്ല, വളരെ നിസ്സഹായരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് സമയമെടുത്ത് പഠിക്കുക, പഠിക്കുന്ന കാര്യത്തിൽ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും